ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ മാസം, അതായത് നവംബർ 6 2020 ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുതുപുത്തൻ റോയൽ എൻഫീൽഡിൻ്റെ മോഡലാണ് നമ്മളിന്നിവിടെ കാണുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ എന്ന് പറയുന്ന പുതുപുത്തൻ മോഡൽ. കാഴ്ചയിലും ഫീച്ചേഴ്സിലും എല്ലാം നല്ല കൂടുതൽ പുതുപുത്തൻ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ എന്ന് പറയുന്നത്. കാഴ്ചയിൽ തന്നെ നമുക്ക് ആദ്യം തോന്നുന്നത്, ക്രാഷ് ഗാർഡിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഒരു ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഈ ബാക്ക് സൈഡിൽ വീലിൻ്റെ മുകളിൽ വീൽ മഡ് ഗാർഡ് ആ ഏരിയയൊക്കെ നോക്കുമ്പോൾ എഗെയിൻ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഈ പെട്രോൾ ടാങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു ടിയർ ഡ്രോപ്പ് മോഡലാണ്, ടിയർ ഡ്രോപ്പ് ഡിസൈനാണ് അവിടെ വന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ മോഡലായിട്ടുള്ള ഹാർലി ഡേവിഡ്സൻ്റെ ഒരു റിസംബ്ലൻസ് അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ മെറ്റാലിക് ലോഗോ, ഇതും ചെറിയ റിസംബ്ലൻസ് ഹാർലി ആയിട്ടുണ്ട്. സോ ഈ മെറ്റിയോർ 350 എന്ന് പറയുന്ന മോഡൽ റോയൽ എൻഫീൽഡ് ഇറക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം ഒരു ഇൻ്റർനാഷണൽ മോഡലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡേർഡ് തന്നെ നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അതുതന്നെയാണ് ഇത്രയും നാളത്തെ കസ്റ്റമേഴ്സിൻ്റെ ഒരു റിവ്യൂ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, സോ റോയൽ എൻഫീൽഡ് തന്നെ മുമ്പത്തെ തണ്ടർബേർഡിൻ്റെ ഒരു ചെറിയ റിസംബ്ലൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സോ ഒരു തണ്ടർബേർഡ് ഹാർലി ഒരു ഹൈബ്രിഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു എസ്തെറ്റിക് സെൻസിൽ നമുക്കത് പറയാം. സോ റോയൽ എൻഫീൽഡ് ഇപ്രാവശ്യം ഈ മെറ്റിയോർ ഇറക്കുന്നതിന് മുന്നേ അവരുടെ പൊതുവെ കണ്ടുവരുന്ന പല നെഗറ്റീവ് ഫീഡ്ബാക്കുകളും അവർ കൺസിഡർ ചെയ്തിട്ട് അതെല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് ഈ മോഡൽ ഇറക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻ ഒട്ടും തന്നെ ഫീൽ ചെയ്യാത്തൊരു മോഡലാണ് റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ എന്നാണ് എല്ലാവരുടെയും ഒരു റിവ്യൂ, എല്ലാവരുടെയും ഒരു അഭിപ്രായം. പിന്നെ ഈ ഒരു ബൈക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരു ക്രൂയിസ് ഒരു പർപ്പസിനാണ് അവർ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത്. ഒരു ക്രൂയിസ് ബൈക്കായിട്ടാണ് അവർ ഇറക്കിയിട്ടുള്ളത്. അതായത് റൈഡിങ് കംഫർട്ടാണ് പ്രധാനമായിട്ട് അവർ പരിഗണിച്ചിരിക്കുന്നത്. സോ റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിൽ 100% സാറ്റിസ്ഫാക്ഷനാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ആ സീറ്റൊക്കെ ഒരു സോഫ അല്ലെങ്കിൽ കുഷ്യനിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ അത്രയും കംഫർട്ടബിൾ ആണ് എന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. ദെൻ ലുക്ക് വൈസ് സംഭവം കിടിലമാണ്. ഓക്കെ, സോ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ 3 വേരിയൻസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ഫയർബോൾ, ദെൻ കംസ് സ്റ്റെല്ലാർ, അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ് സൂപ്പർനോവ. ഇത് 3 തമ്മിലുള്ള വ്യത്യാസങ്ങൾ എസ്തെറ്റിക് സെൻസിൽ മാത്രമേ ഉള്ളൂ. അതായത് പുറം കാഴ്ചയിൽ കാണുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഈ 3 വേരിയൻറ്റും തമ്മിലുള്ളൂ. അപ്പോൾ ആ പുറം കാഴ്ചയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് തന്നെ ഉണ്ടാവുന്ന കോസ്റ്റ് അഡീഷൻസ് മാത്രമേ ഈ 3 വേരിയൻറ്റും തമ്മിൽ വരുന്നുള്ളൂ. റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എഞ്ചിൻ്റെ കാര്യമാണെങ്കിലും സെയിം ബിൽഡ് തന്നെയാണ് 3 വേരിയൻറ്റിലും വന്നിരിക്കുന്നത്. സോ ലോഞ്ച് ചെയ്ത ഡേറ്റ് മുതൽ ഇന്ന് വരെ വളരെ ഒരു വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ. സോ ഈ വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫ്രം ബിഗിനിങ് ടു, അല്ലെങ്കിൽ ഒരു ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്യണം, ബൈക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ഗ്യാദർ ചെയ്യും. അപ്പോൾ അത്തരം സ്റ്റേജ് മുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുള്ളത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ റോയൽ എൻഫീൽഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റിയോർ വാങ്ങാൻ താല്പര്യമുള്ള ഒരാൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ്, ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സും എല്ലാം പരിചയപ്പെടാം. സോ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ആപ്ലിക്കേഷനാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന വ്യൂ ആണിത്. ഇവിടെ നമ്മൾ താഴെ ഏറ്റവും ബോട്ടം ലൈനിൽ മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറയുന്നൊരു ഫീച്ചർ കാണാം. അതാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വണ്ടി മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സൗകര്യമാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. ഓക്കെ, സോ നമ്മൾ മെറ്റിയോർ
സ്റ്റെല്ലാർ നമുക്ക് പരിചയപ്പെടാം. സോ ഇവിടെ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് സ്റ്റെല്ലാർ ബ്ലാക്ക്, സ്റ്റെല്ലാർ ബ്ലൂ, സ്റ്റെല്ലാർ റെഡ്. ഇത്രയും 3 ഡിഫോൾട്ട് കളേഴ്സാണ് ഇവിടെ വരുന്നത്. സോ എനിക്ക് ഈ ഗ്ലോസി ലുക്സിനെക്കാട്ടിലും എനിക്ക് മാറ്റ് ഫിനിഷാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ സോ ഐ ചോസ് സ്റ്റെല്ലാർ ബ്ലാക്ക്. ഇത് മാറ്റ് ഫിനിഷാണ്. ഓക്കെ, ഇനി നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ കോൺഫിഗർ നൗ ആൻഡ് ബുക്ക് ടെസ്റ്റ് റൈഡ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ ബുക്ക് ടെസ്റ്റ് റൈഡ് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഫോൺ നമ്പർ, ഇമെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, ലൊക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ നിയർ ബൈ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ നിന്ന് നമുക്ക് കോൾ വരും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദാറ്റ് പാർട്ട്. ഈ കോൺഫിഗർ നൗവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ചെറിയൊരു ലാഗ് ഉണ്ട്. അതാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരേ ഒരു പോരായ്മ. ഇവിടെ നമുക്ക് കാണുന്നത് ടച്ച് കൺട്രോൾസ് ആണ്. അതായത് എങ്ങനെ നമുക്ക് ഒരു ഡിസൈൻ നമ്മുടെ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വ്യൂസും നമുക്ക് കിട്ടും. അതാണ് ഇവിടെ അവർ കാണിച്ചിരിക്കുന്നത്, ഒരു ഗൈഡ് പോലെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, സോ ഈ മെറ്റിയോർ സ്റ്റെല്ലാർ ബ്ലാക്ക് ഓപ്ഷൻ്റെ ഡിഫോൾട്ട് മോഡലാണ്, ഡിഫോൾട്ട് വ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കത് കോൺഫിഗർ ചെയ്യാം. സോ ഇതെങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഈ ഒരു കളറും ഈ ഒരു ഡിസൈനും എല്ലാം. സോ ഇതാണ് എൻ്റെ ചോയ്സ്. സോ ഞാൻ എന്തൊക്കെ അതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാം, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, സോ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണാം ഏറ്റവും മുകളിൽ സ്റ്റൈല്. ഓക്കെ, അതിന് തൊട്ടിപ്പുറത്തായിട്ട് കളറ്, സൈലൻസേഴ്സ്, മിറേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് സ്റ്റൈൽ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിലാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ തരുന്നത്. സോ കളറ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അഡീഷണൽ അവരൊരു ഓപ്ഷനും കൂടി തരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട 3 കളർ ഓപ്ഷൻ്റെ പുറമെ നമ്മൾക്ക് ഒരു സ്റ്റെല്ലാർ പ്യുവർ ബ്ലാക്ക് കസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി ഇവിടെ തരുന്നുണ്ട്. സോ അതിന് മുന്നേ നമ്മൾ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം റേറ്റ് നമുക്ക് കാണാം. സോ ഇപ്പോൾ ഇത്രയും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മോഡലിൻ്റെ റേറ്റാണ് 2,13,666. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഓൺ റോഡ് പ്രൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ അഡീഷണൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന കളറിൻ്റെ റേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ 2,15,756. സോ ഏകദേശം ഒരു 2,000 രൂപയുടെ വ്യത്യാസം ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് കളർ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരും. സോ എനിക്ക് പേഴ്സണലി ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിനോട് വലിയ ഒരു ഡിഫറൻസോ അല്ലെങ്കിൽ വലിയൊരു താല്പര്യം എനിക്ക് തോന്നിയില്ല. സോ ഐ ചോസ് ദ സ്റ്റെല്ലാർ ബ്ലാക്ക് വൺ വിച്ച് ഇസ് മാറ്റ് ഫിനിഷ്. അതൊരു മാറ്റ് ഫിനിഷ് ഇതായത് കാരണം എനിക്ക് അതിനോട് തന്നെയാണ് ഇപ്പോഴും താല്പര്യം. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ കളർ. ഓക്കെ, കളറാണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. സോ കളർ നമ്മൾക്ക് ക്ലോസ് ചെയ്യാം. അടുത്തത് സൈലൻസേഴ്സ് എന്നുള്ള ഓപ്ഷനാണ്. സൈലൻസേഴ്സ് സോ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ സൈലൻസേഴ്സിൻ്റെ. കാരണം എല്ലാവരും വണ്ടി വാങ്ങിയിട്ട് മോഡിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് സൈലൻസർ മോഡിഫൈ ചെയ്യുന്നതാണ്. സോ സൈലൻസറിൻ്റെ ലുക്ക് വൈസ് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എല്ലാം റോയൽ എൻഫീൽഡ് തരുന്നുണ്ട്. ഓക്കെ, ഏകദേശം 8ഓളം ഡിസൈൻസ് നമുക്കിവിടെ സൈലൻസേഴ്സിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഷോറൂമിൽ പല തവണ വിളിച്ച് ഈ കാര്യം അന്വേഷിച്ചു. സൈലൻസറിൻ്റെ ലുക്ക് വൈസ് മാത്രമേ ഈ പറഞ്ഞ ചേഞ്ച് ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. സൗണ്ടിൽ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. സോ 1, 2, 3, 7, 8. സോ 8 ഡിസൈൻസ് ആണ് സൈലൻസേഴ്സിൽ വരുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്. ചെറിയ ചെറിയ പൊടിക്കുള്ള വ്യത്യാസങ്ങളാണ് എല്ലാ ഡിസൈൻസിലും കാണാൻ പറ്റുന്നത്. സോ ക്രോമിയും ബ്ലാക്ക് ഫിനിഷും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചിലത് പ്യുവർ ക്രോമിയോ ആണ്, ചിലത് പ്യുവർ ബ്ലാക്ക് ആണ്. അത്രയ്ക്കേ വ്യത്യാസമുള്ളൂ. സോ അത് ചേഞ്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ലുക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് സൈലൻസറിൻ്റെ ഡിഫോൾട്ട് എന്താ പറയുക ഓപ്ഷനാണ് എനിക്കിഷ്ടമായത്, വിച്ച് ഇസ് ഫുള്ളി ക്രോമിയം. സോ ഞാൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. സോ ബേസിക്കലി റോയൽ എൻഫീൽഡ് എങ്ങനെയാണോ ഈ ഡിസൈൻ വെക്കുന്നത്, സോ അത് എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സൈലൻസറിൻ്റെ കാര്യത്തിൽ. സോ സൈലൻസർ ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്നില്ല.
പ്രത്യേകിച്ച് സൗണ്ടിൽ വ്യത്യാസമൊന്നും ഇല്ലയെന്ന് അവർ പറയുന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് തോന്നിയിട്ടുമില്ല. ഓക്കെ, ഇനി അറിയില്ല, ഇനി ആർക്കെങ്കിലും സൈലൻസറിൽ മാറ്റി നോക്കുമ്പോൾ സൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് മിറേഴ്സിൻ്റെ കാര്യമാണ്. സോ ഇവിടെ നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ കാണാവുന്നതാണ്, നമ്മുടെ വണ്ടി ഓവറോൾ ഒരു മാറ്റ് ബ്ലാക്ക് കളറാണ്, മിറർ ക്രോമിയം കളറാണ്. സോ അത് ആർക്കെങ്കിലും ഫുള്ളി മാറ്റ് ബ്ലാക്ക് തന്നെ ആക്കണമെങ്കിൽ ഉള്ള 2 ഓപ്ഷനാണ് നമുക്കിവിടെ തരുന്നത്, ബാർ എൻഡ് മിററും ടൂറിംഗ് മിറർ കിറ്റും. സോ ഇതിൽ എനിക്ക് ടൂറിംഗ് മിറർ കിറ്റാണ് കുറച്ചും കൂടി ഇമ്പ്രസീവായിട്ട് തോന്നിയത്. ഇനി ബാർ എൻഡ് മിറർ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. സോ എനിക്ക് പേഴ്സണലി മിറർ ബ്ലാക്ക് ആക്കുന്നതിനെ കൊണ്ട് വലിയ ഒരു അഭിപ്രായമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഓൾറെഡി ക്രോമിയം ബ്ലാക്കും കോമ്പിനേഷൻസ് കുറേ സ്ഥലത്ത് വരുന്നുണ്ട്. സോ നമ്മൾ ലോഗോ നോക്കുകയാണെങ്കിൽ അവിടെ ക്രോമിയം വരുന്നുണ്ട്, പിന്നെ എക്സോസ്റ്റ്, സൈലൻസർ, അതേപോലെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു റിങ്, ഹെഡ്ലൈറ്റിൻ്റെ സറൗണ്ട് ചെയ്തിരിക്കുന്ന റിങ്, അതേപോലെ ഷോക്ക് അബ്സോർബർ, ഇതൊക്കെ ക്രോമിയമാണ്. സോ ഐ ആം ഗോയിങ് ഫോർ ദ ഡിഫോൾട്ട് ഓപ്ഷൻ, അതിൽ വരുന്ന ഡിഫോൾട്ട് ഓപ്ഷൻ. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇത് മാറ്റുകയാണെങ്കിൽ, അതായത് ഡിഫോൾട്ട് ഓപ്ഷനിൽ നിന്ന് അഡീഷണലി വേറെ ഏതെങ്കിലും ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ റേറ്റും അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ബാറിൻ്റെ മിററിന് 3900 ടൂറിംഗ് മിറർ കിറ്റിന് 4000 രൂപയും വരുന്നത്. വെറും മിററിന് വേണ്ടി മാത്രം നമ്മൾ അത്രയും പേ ചെയ്യേണ്ടി വരും. സോ അത് മാത്രം കൊണ്ടല്ല, എനിക്ക് ഈ പറഞ്ഞ ക്രോമിയം ഡിഫോൾട്ട് ഒരു ആ സെറ്റിംഗ് ഇഷ്ടമായതും കൂടി കാരണമാണ് ഞാനത് മാറ്റാത്തത്. ഓക്കെ, പിന്നെ സൈലൻസറിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ റേറ്റിൻ്റെ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി. ഏകദേശം 3450 തേർഡ് വൺ അഗെയിൻ. സോ എല്ലാറ്റിനും ഒരേ റേറ്റാണ് സൈലൻസേഴ്സിൽ വന്നിരിക്കുന്നത്. സോ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഈ വണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി ഉള്ള ഡിഫോൾട്ട് ഇപ്പോൾ സൈലൻസറുടെ റേറ്റ് അതിനും ഡിഡക്റ്റ് ചെയ്തിട്ടാണോ നമുക്കിത് പുതിയ ഫീച്ചർ വെക്കുക, അതായത് അപ്പോൾ റേറ്റിൽ ഒരു കിഴിവും പിന്നെ കൂടുതലും അത് കിഴിച്ചിട്ടാണോ കൂട്ടുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാവും. പക്ഷേ അതങ്ങനെയല്ല, ഡിഫോൾട്ട് വരുന്നതിൻ്റെ റേറ്റ് അത് ഫിക്സഡ് ആണ്. നമ്മൾ അഡീഷണലി എന്തൊക്കെ ചെയ്യുകയാണോ അതിനൊക്കെ ആഡ് ഓൺ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഒന്നും അവർ കിഴിക്കുന്ന ഏർപ്പാടില്ല അവിടെ. ഓക്കെ, സോ ഈ കളേഴ്സിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അഡീഷണൽ ഈ പറഞ്ഞ സ്റ്റെല്ലർ പ്യൂർ ബ്ലാക്ക് കസ്റ്റം എന്ന് പറയുന്ന കളറിന് മാത്രമേ അഡീഷണൽ ഒരു 2000 രൂപ കൂടി വരുന്നുള്ളൂ. സോ ഇത്രയും നമ്മൾ ചെയ്തതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2,13,666. ഓക്കെ, സോ അതാണ് സ്റ്റൈലിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് പ്രൊട്ടക്ഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാ വണ്ടിയിലും നമ്മൾ കാണുന്നതാണ്. ഓക്കെ, ഈ കാര്യം, ഈ പ്രൊട്ടക്ഷൻ്റെ ഫാക്ടർ, സോ വിച്ച് ഈസ് എൻജിൻ ഗാർഡ്. ഓക്കെ, എൻജിൻ ഗാർഡ് നമ്മൾ എന്തായാലും എല്ലാ വണ്ടിക്കും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇവിടെ 3400, 3800, 3000, 3400, 2500, 2900, 2400, 2700. സോ 2400 മുതൽ 3800 വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള ഡിഫറെൻറ്റ് ക്രാഷ് ഗാർഡുകൾ, എൻജിൻ ഗാർഡുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇതിൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ സെക്കൻഡ് വൺ ആണ്, വിച്ച് കോസ്റ്റ് മീ 3000 rupees. സോ ഇതൊരു സിമ്പിൾ ഡിസൈനും ബ്ലാക്ക് കളറുമാണ്. സോ ഐ എം ഓപ്റ്റിംഗ് ഫോർ ദിസ് വൺ. ഓക്കെ, സോ പ്രൊട്ടക്ഷൻ്റെ പാർട്ട് കഴിഞ്ഞു. അടുത്തത് കംഫർട്ടാണ്. സോ ഈ വണ്ടി ഒരു ക്രൂയിസ് ബൈക്കാണ്. സോ ഏറ്റവും നമ്മൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ കംഫർട്ടിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, സോ അതിൽ നമ്മൾ കംഫർട്ടിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ ഓഫേഴ്സ് വരുന്നത് ഫുഡ് പാക്സിൽ വരുന്നുണ്ട്. സോ ഇവിടെ ഫുഡ് പാക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, സോ ടോപ്പ് വ്യൂ ഒന്ന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ഡിഫോൾട്ട് ഫുഡ് പാക്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. കുറച്ച് നാരോ ആണ്. സോ നമ്മളൊരു സോഫ്റ്റ് ചപ്പൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഷൂസോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ചെറിയൊരു കംഫർട്ട് അല്ലാത്തൊരു ഫീൽ വരും. സോ നമ്മൾ ഫസ്റ്റ് വൺ, ഇഫ് യു ആർ ചൂസിങ് ദ ഡിലക്സ് ഫുഡ് പാക്ക് കിറ്റ് സിൽവർ റൈഡർ പൊസിഷൻ. സോ ഇത് നമ്മൾ റൈഡർ പൊസിഷനിൽ, സോ ഇവിടെയും പിലിയൻ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും നാരോ തന്നെയാണ്. പക്ഷേ റൈഡറിൻ്റെ പൊസിഷനിൽ നമുക്ക് കാണാം അത് കുറച്ചും കൂടി വിട്ട് കൂട്ടിയിട്ടുണ്ട്. ഒരു ക്രോമിയം സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനിൽ വരുന്ന
ഫുഡ് പെഗാണ്. ഒരു മിനിറ്റ്, സംഭവം ഓക്കെ ശരി, ഓക്കെ ഓക്കെ. ഇനി അതിൽ വരുന്ന വേറൊരു പ്യുവർ ബ്ലാക്ക് ആയിട്ടും വരുന്നുണ്ട്. ഈ രണ്ട് ഓപ്ഷനും റൈഡറിൻ്റെ പൊസിഷനിലാണ് വരുന്നത്. ഇനി അടുത്ത പിലിയൻ പൊസിഷനിൽ നമുക്ക് ഇതേ കാര്യം വേണമെങ്കിൽ ചെയ്യാം. സോ പിലിയനിന് കുറച്ചും കൂടി കംഫർട്ടബിൾ കിട്ടും. സോ എൻ്റെ ഒരു സംശയമുണ്ട് ഇവിടെ, കാരണം നമ്മളിവിടെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ അറ്റ് എ ടൈം സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പോൾ റൈഡറിനും പിലിയണിനും അവർ ഇതേപോലെ കംഫർട്ട് ഓഫർ ചെയ്യുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. സോ അതൊന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. സോ റൈഡറിനും പിലിയണും ഇതേപോലെ തന്നെ ഒരു വൈഡായിട്ടുള്ള ഫുഡ് പെഗ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കസ്റ്റമൈസേഷൻ പാർട്ടിൽ അതായത് ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു കൈൻഡ് ഓഫ് ബഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് നമുക്ക് ബോക്സ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഓപ്ഷനാണുള്ളത്. ഓക്കെ, സോ ഇങ്ങനെ ഫസ്റ്റ് ഓപ്ഷൻ, ഇത് സെക്കൻഡ് ഓപ്ഷൻ. സോ ഈ ബോക്സ് ഓക്കെ, ഈ ബോക്സിൻ്റെ റേറ്റ്സ് എന്ന് പറയുന്നത് 1550 വരുന്നുണ്ട്, പിന്നെ 850 വരുന്നുണ്ട്. സോ ഇതാണ് സൈഡ് ബോക്സിൻ്റെ കാര്യം. ഇനി ഫുഡ് പാക്സിൻ്റെ നമ്മൾ വിട്ടുപോയതെന്ന് പറഞ്ഞാൽ റേറ്റ് ആണ്. സോ ഫുഡ് പാക്കിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഓവർ പ്രൈസിങ് ആണോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. കാരണം 1800 ആണ് ഈ ഫുഡ് പാക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. 1800 ആണ് ഫോർ ഓൾ ഓപ്ഷൻസ്. ഓക്കെ, ഇനി അടുത്ത് വിൻഷീൽഡാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ക്രൂയിസ് ബൈക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ലോങ് റൈഡ് വരും. അപ്പോൾ വിൻഷീൽഡുള്ളത് ഭയങ്കര കംഫർട്ടായിരിക്കും. ഓക്കെ, സോ ഞാൻ ഓപ്റ്റ് ചെയ്തത് ഓപ്ഷനാണ് ടിൻറ്റഡ് ഫ്ലൈ സ്ക്രീൻ എന്ന് പറയുന്നത്. അതായത് വല്ലാതെ ഹൈറ്റും ഇല്ല, എന്നാൽ ഒരു കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള വൈസറാണ് ഇത് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈറ്റുള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ബൾക്കി ആയിട്ട് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ടേസ്റ്റ്. സോ അത് കാരണം ഞാൻ ടിൻറ്റഡ് ഫ്ലൈ സ്ക്രീൻ വിച്ച് കോസ്റ്റ് മീ 1750 ആണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് വലിയതിലേക്ക് പോയി കഴിഞ്ഞാൽ 3100 ആണ് അതിൻ്റെ റേറ്റ് വരിക. സോ അതാണ് വിൻഷീൽഡിൻ്റെ കാര്യത്തിൽ. അടുത്തത് സീറ്റ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സീറ്റ്. ഇവിടെ ഡിഫറെൻറ്റ് സീറ്റ്സ് ആണ്. ഇതിപ്പോൾ ലുക്ക് വൈസ് ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ലോ റൈഡ് സീറ്റ് ബ്ലാക്ക് 1365 നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലോ റൈഡ് സീറ്റാണ് കിട്ടുന്നത്. സോ ഇത് ലുക്ക് വൈസ് ഡിഫോൾട്ട് സീറ്റിൻ്റെ അതേപോലെ തന്നെയാണ്. ഒരു ബ്ലാക്ക് ടാഗ് മാത്രം അഡീഷണൽ ആയിട്ട് കാണുന്നുണ്ട്. സോ അത് അങ്ങനെ. പിന്നെ ബ്രൗൺ കളർ, ഇതേ സാധനം തന്നെ ബ്രൗൺ കളറിലും വരുന്നുണ്ട്. സോ ഇത് ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ചിലവർക്ക് ഇഷ്ടമാവും, പക്ഷേ ഞാനത് ഫുൾ ബ്ലാക്ക് തന്നെയാണ് ഓപ്റ്റ് ചെയ്തത്. സോ എൻ്റെ ഓപ്ഷൻ ഈ തേർഡ് ഓപ്ഷൻ ആയിരുന്നു, അതായത് ടൂറിംഗ് റൈഡർ സീറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നത്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതാണ് ഏറ്റവും കംഫർട്ട് എന്നാണ് എല്ലാവരും പറയുന്നത്, റിവ്യൂസിലും എല്ലാം. സോ ഇതിൽ തന്നെ കണ്ടറിയാം കുറച്ചുകൂടി ഒരു വിട്ടുള്ള സീറ്റാണ്. കുറച്ചും കൂടി നമുക്ക് നല്ല കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സോഫ അല്ലെങ്കിൽ ഒരു കുഷ്യൻ എഫക്റ്റ് കിട്ടുന്ന ഒരു സീറ്റാണിത്. ഓക്കെ, അറ്റ് ദ സെയിം ടൈം ഈ പിലിയൻ റൈഡർക്കും സെയിം കംഫർട്ടാണ്. നമ്മൾക്ക് കുറച്ചുകൂടി ആഡ് ഓൺ കംഫർട്ട് കിട്ടുന്നതാണ് നമ്മൾ റിവ്യൂസിലൊക്കെ കാണാൻ കഴിഞ്ഞത്. സോ ഐ ഓപ്റ്റ് ഫോർ ടൂറിംഗ് റൈഡർ സീറ്റ് ബ്ലാക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് ദ കംഫർട്ട് പാർട്ട്. ഓക്കെ, കംഫർട്ട്. സോ ഇതിന് അഡീഷണൽ ആയിട്ട് എനിക്ക് പേ ആയത് 1820 രൂപയാണ്. ഓക്കെ, സോ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എൻ്റെ റോയൽ എൻഫീൽഡ് 350 സ്റ്റെല്ലാൻ്റെ റേറ്റ് 2,23,296 റുപ്പീസായി. ഓക്കെ, സോ നമുക്ക് അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്തതാണ് ഒരു യുണീക്ക് ഫീച്ചറാണ് പേഴ്സണലൈസ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ പേഴ്സണലൈസ്ഡ് ബാഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കാണാം. സോ അത് നമുക്കിവിടെ ആദ്യം വണ്ടി ടോപ്പ് വ്യൂയുടെ ഇമേജ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഇറ്റ്സ് ടോപ്പ് വ്യൂ. ഓക്കെ, സൂം ഔട്ട് ചെയ്യട്ടെ. യെസ്, ഓക്കെ ഫൈൻ. സോ ഇതാണ് വണ്ടിയുടെ
ടോപ്പ് വ്യൂ. ഇനി ഇവിടെ നമ്മളൊരു എൻ്റെ പേര് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, സോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈ ഒരു കാര്യം വേറൊരു ബൈക്കിലും കണ്ടിട്ടില്ല. ഈവൻ റോയൽ എൻഫീൽഡ് തന്നെ വേറൊരു മോഡലും കാണാത്തൊരു അഡീഷണൽ ഒരു കസ്റ്റമൈസേഷനാണ് പേഴ്സണലൈസ്ഡ് ബാഡ്ജ് എന്ന് പറയുന്ന സംഭവം. സോ ഇവിടെ കണ്ടില്ലേ എത്ര സ്റ്റൈലിഷ് ആയിട്ടാണ് ആ ബാഡ്ജ് വന്നിരിക്കുന്നത് എന്നുള്ളത്. സോ അത്രയ്ക്കാണ് ഈ കസ്റ്റമൈസേഷൻ്റെ പാർട്ടിൽ വന്നിരിക്കുന്നത്. ഇനി ഈ പേഴ്സണലൈസ്ഡ് ബാഡ്ജ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, സോ അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ അവർ കാണിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കണ്ടീഷൻ മീറ്റ് ചെയ്തു ഓൾറെഡി. ഞാൻ ആ കണ്ടീഷൻസ് മീറ്റ് ചെയ്തത് കാരണം അവരിപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കലി കണ്ടീഷൻസ് കാണിക്കുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇപ്പം ഞാൻ ആ ബാക്ക് സീറ്റ് ടൂറിങ് സീറ്റ് നമ്മൾ എടുത്ത് കളഞ്ഞു. സോ ഇവിടെ വീണ്ടും പേഴ്സണലൈസ് നെയിം ബാഡ്ജ് നമ്മൾ വെക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അലേർട്ടാണ് കിട്ടുന്നത്. അത് പറയുന്നത് പേഴ്സണലൈസ്ഡ് ബാഡ്ജസ് അവൈലബിൾ ഓൺലി ഓൺ ദ പർച്ചേസ് ഓഫ് സീറ്റ്സ് ആൻഡ് ആൻ അഡീഷണൽ സ്പെൻഡ് ഓഫ് ₹4,000 ഓൺ ആക്സസറീസ്. സോ സീറ്റ് എന്തായാലും നമുക്ക് മാറ്റി വെക്കണം. ഡിഫോൾട്ട് സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ബാഡ്ജ് കിട്ടില്ല. അത് പോരാത്തതിന് സീറ്റ് മാത്രം വെച്ചാൽ പോരാ, ടോട്ടൽ അഡീഷണൽ ആക്സസറീസിൻ്റെ കോസ്റ്റ് 4,000 രൂപയിലും കൂടുതലായിരിക്കണം. സോ ഞാൻ ഇത് രണ്ടും മീറ്റ് ചെയ്ത് തരുന്നു. സീറ്റ് മാറ്റിയിരുന്നു, അതേപോലെ ടോട്ടൽ കോസ്റ്റ് 4,000 മുകളിലും ആയിരുന്നു. സോ അറ്റ് ദാറ്റ് പോയിൻറ്റ് നമുക്കിവിടെ കസ്റ്റം ബാഡ്ജ് നമുക്കിവിടെ കിട്ടും. സോ ഞാൻ ആക്ച്വലി വെച്ചത് ഓക്കെ, സോ ഇതായിരുന്നു എൻ്റെ ബാഡ്ജ്. സോ ആഡ്, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ലുക്സ്. ഓക്കെ, ഇതൊരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബാഡ്ജായിട്ട് എനിക്ക് തോന്നി. സോ ഉണ്ണിയമ്പാട്ട് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ റോയൽ എൻഫീൽഡ് മെറ്റിയോറിൻ്റെ കസ്റ്റമൈസേഷൻ, അതായത് മേക്ക് ഇറ്റ് യുവേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ റോയൽ എൻഫീൽഡിൻ്റെ ആപ്ലിക്കേഷനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുന്നത്. സോ ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ ഓക്കെ ഇത് സെറ്റ് ചെയ്തു, പേഴ്സണലൈസ് ചെയ്തു, ഇതെല്ലാം ചെയ്തു. ഓക്കെ, ഇനി ഇത് നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ടോപ്പിൽ കാണുന്ന കാർട്ടിൽ. സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി ഏകദേശം നമുക്ക് എസ്റ്റിമേറ്റ് കിട്ടും. സോ അതിൽ മെറ്റിയോർ 350 സ്റ്റെല്ലാറിൻ്റെ അതിൻ്റെ ബേസ് മോഡൽ അല്ലെങ്കിൽ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 1,82,677. ഈ റോഡ് ടാക്സ് വരുന്നത് 22,491, ഇൻഷുറൻസ് വരുന്നത് 8,498. ദെൻ സ്റ്റെല്ലാർ ബ്ലാക്ക് എന്ന് പറയുന്ന കളറിന് അധികം അഡീഷണൽ ചാർജ് ഇല്ല. പിന്നെ വരുന്നത് എൻജിൻ ഗാർഡിന് വരുന്നത് 3,000 ആയി. അത് ഞാൻ ഫുഡ് പെഗ്, ഓക്കെ ആക്ച്വലി ഞാൻ റിയലി ഫുഡ് പെഗ് എടുത്തിട്ടില്ല. സോ ഐ ആം ഡിലീറ്റിങ് ഇറ്റ്. ഓക്കെ, ഫുഡ് പെഗ് ഞാൻ ഡിഫോൾട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്ലൈ സ്ക്രീൻ, ഓക്കെ ടിൻറ്റഡ് ഫ്ലൈ സ്ക്രീനാണ്, അതായത് ഹൈറ്റ് ഇല്ലാത്ത ഫ്ലൈ സ്ക്രീനാണ് ഓപ്റ്റ് ചെയ്തത്. അതിന് 1,750. ഇനി പിലിയൻ ടൂറിംഗ് സീറ്റ് ബ്ലാക്ക്, സോ അതിന് 1,260 രൂപ, 1,260 rupees. ദെൻ ടൂറിംഗ് റൈഡർ സീറ്റ് ബ്ലാക്ക്. സോ പിലിയൻ്റെയും റൈഡർ സീറ്റിൻ്റെയും സെപ്പറേറ്റ് റേറ്റ് ആണ്. സോ വൺ ഈസ് 1,260 and 1,820. ദെൻ കംസ് പേഴ്സണലൈസ്ഡ് ബാഡ്ജ് ഉണ്ട്, പക്ഷേ അതിന് 0 കോസ്റ്റാണ് വരുന്നത്. സോ ഇഫ് യു ക്ലിക്ക് ഓൺ നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ്, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ കാണുന്നത് ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റ്. സോ ഇവിടെ എക്സ്റ്റെൻഡഡ് വാറണ്ടിയും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, റോഡ് സൈഡ് അസിസ്റ്റൻസ്, അങ്ങനെ കുറേ. സോ ഇവിടെ നമ്മൾ അതും കൂടി ഓപ്റ്റ് ചെയ്ത് വരുമ്പോൾ സോ ഇത്രയും ഫീച്ചേഴ്സാണ് അവർ തരുന്നത്. ഓക്കെ, സോ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റെൻഡഡ് വാറണ്ടി റോഡ് സൈഡ് അസിസ്റ്റൻസ് PS6 4th and 5th year. സോ റൈഡ് ഷുവർ സെലക്റ്റഡ്. ഇത് റൈഡ് ഷുവർ എന്ന് പറയുന്ന ഒരു ഫീച്ചറായിട്ടാണ് അവർ ഈ എക്സ്റ്റെൻഡഡ് വാറണ്ടിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 4,599 rupees ആണ് അവിടെ വരുന്നത്. ഓക്കെ,
സോ ഇവിടെ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. ലെറ്റ്സ് വെയിറ്റ്. നമ്മുടെ ഇത്രയും കോൺഫിഗറേഷൻസ് അവർ സേവ് ചെയ്യാനുള്ള ടൈമാണ് എടുക്കുന്നത്. സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സേവ്ഡ് കോൺഫിഗറേഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഞാൻ മുമ്പ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന ഓരോ കോൺഫിഗറേഷൻസ് ആണ് കാണുന്നത്. സോ ഇതിലേതെങ്കിലും എടുത്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം, ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യാം. സോ ഇത്രയാണ്. സോ ഈ ഇത്രയും പ്രോസസ്സ് ആകുമ്പോൾ തന്നെ നിയർ ബൈ ഷോറൂമിൽ നിന്ന് നമുക്ക് കോൾ കിട്ടും, കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കോള്. സോ that's it with the make it yours option that Royal Enfield provides in the Royal Enfield application. Okay, so ഇതാണ് എൻ്റെ റോയൽ എൻഫീൽഡ് മെറ്റിയോർ സ്റ്റെല്ലാർ ജേണി. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, വണ്ടി കിട്ടിയിട്ടില്ല. ഞാൻ ഡിസംബർ 19th ഓർഡർ ചെയ്തത്. 90 to 120 days ആണ് അവർ വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. സോ അങ്ങനെ നമ്മൾ ഫൈനലി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്യുക 2 മെയിൽസാണ്. ഒന്ന് ബുക്കിംഗ് വൗച്ചർ റെസിപ്റ്റും പിന്നെ ഒന്ന് കോൺഫിഗറേഷൻ പ്രൂഫുമാണ്. സോ അതാണ് ഈ 2 എണ്ണം കാണുന്നത്. ലെറ്റ്സ് വെയിറ്റ് 90 to 120 days for the next video on Royal Enfield Meteor Stellar Black, which is my Meteor. Thank you for watching. Bye bye.